നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. എന്താണ് ഗ്ലെൻ മാക്സ്വെലിന് പറ്റിയത്? അദ്ദേഹം ഒരു ബ്രേക്ക് എടുത്തിരിക്കുന്നു എന്ന വാർത്ത ഇങ്ങനെ പ്രചരിക്കുന്നുണ്ടല്ലോ. RCB തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പോസ്റ്റുകളൊക്കെ വിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ ക്രിക്കറ്റ് ഇൻഫോയിൽ ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതാണ്. പക്ഷേ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ബ്രേക്കാണ് എന്ന് തോന്നിയിരുന്നില്ല. കൂടുതലായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നോക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു സൂചന അതിലുണ്ട്. എന്തായാലും ഗ്ലെൻ മാക്സ്വെൽ ഇപ്പോൾ അത്ര മികച്ച പെർഫോമൻസ് അല്ല ഈ ഒരു സീസണിൽ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ അദ്ദേഹത്തെ പുറത്തിരുത്തി അദ്ദേഹവും ഒരു പക്ഷേ ഒരു കളിയിൽ ബ്രേക്ക് എന്ന രൂപത്തിൽ ആവശ്യപ്പെട്ടു എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ല. അദ്ദേഹം തന്നെ അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ്. ഒരു കളിയിൽ ബ്രേക്കാണോ എന്ന കാര്യത്തിലാണ് ഇനി സംശയമുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ കൃത്യമായിട്ട് അപഗ്രഥിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് മെൻ്റലി ഫിസിക്കലി ഓക്കെ ആകുമ്പോൾ, അതായത് തൻ്റെ മെൻ്റൽ സ്റ്റേറ്റ് ഒക്കെ ഓക്കെ ആകുമ്പോൾ തിരികെ വന്ന് ഈ ടൂർണമെൻറ്റ് നല്ല രൂപത്തിൽ ഫിനിഷ് ചെയ്യാൻ പറ്റും എന്ന പ്രതീക്ഷയാണ് അദ്ദേഹം വെക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഒരു ഇൻഡെഫിനിറ്റ് ബ്രേക്ക് എന്ന് ഫോക്സ് ക്രിക്കറ്റ് പറയുന്നത് ശരിയാണ് എന്ന് വേണം വരികൾക്കിടയിൽ വായിച്ചാൽ മനസ്സിലാക്കേണ്ടത്. എന്തായാലും നമുക്ക് ആ വാർത്തയുടെ വിശദമായിട്ടുള്ള വിവരങ്ങളിലേക്ക് ഒന്ന് പോകാം. മാക്സ്വെൽ ടേക്സ് എ ബ്രേക്ക് ടു റിഫ്രഷ് ആഫ്റ്റർ ആസ്കിംഗ് ടു ബി റെസ്റ്റഡ് ബൈ RCB എന്ന് പറഞ്ഞുകൊണ്ടാണ് ESPN ക്രിക്കറ്റ് ഇൻഫോ ആ വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും അദ്ദേഹത്തെ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയുള്ള മത്സരത്തിൽ നിന്ന് ഒഴിവാക്കി. അത് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ബ്രേക്കാണ്. താൻ ടയേർഡാണ്, ശാരീരികമായിട്ട് മാത്രമല്ല മാനസികമായിട്ടും ഒരു ബ്രേക്ക് വേണം എന്ന് ഗ്ലെൻ മാക്സ്വെൽ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം RCB എടുത്തിരിക്കുന്നത്. അദ്ദേഹം തന്നെ പിന്നീട് അത് വിശദീകരിച്ച് പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രകടനം നമുക്കറിയാമല്ലോ, നന്നായിട്ട് അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ മത്സരത്തിന് മുമ്പ് വരെയുള്ള അദ്ദേഹത്തിൻ്റെ കണക്കുകൾ 32 റൺസാണ് 6 ഇന്നിങ്സിൽ നേടിയിട്ടുള്ള 5.33 അദ്ദേഹത്തിൻ്റെ ആവറേജ്. മാക്സിൽ നിന്ന് ഇതല്ല പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ അതിനെക്കുറിച്ച് പറയുന്നു. ഫോർ മീ പേഴ്സണലി ഇത് എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയൊരു തീരുമാനമായിരുന്നു. ഞാൻ ഫാഫിനടുത്തേക്ക് പോയി, എന്നിട്ട് കോച്ചസിനോടും ഞാൻ പറഞ്ഞു കഴിഞ്ഞ മത്സരത്തിന് മുമ്പ് എനിക്ക് ഒരല്പം സമയം വേണം, മറ്റൊരാളെ ട്രൈ ചെയ്യാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന്. ഞാൻ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇങ്ങനെ കളിക്കുമ്പോൾ കൂടുതൽ മോശമായിട്ടുള്ള രൂപത്തിലേക്ക് പോകുന്നത്. നൗ ഇതൊരു ശരിയായിട്ടുള്ള സമയമാണ് എന്ന് എനിക്ക് തോന്നുന്നു. മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ബ്രേക്ക് നൽകാൻ പറ്റിയൊരു സമയമാണ്. എൻ്റെ ബോഡി റൈറ്റാക്കി എടുക്കാൻ പറ്റിയ സമയമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും ആവശ്യമുള്ള ഘട്ടത്തിൽ ഈ ടൂർണമെൻറ്റിൽ ഞാൻ ഇനിയും കളിക്കും. ഐ ക്യാൻ hopefully get back into a really solid mental and physical space where I can still have an impact എന്നാണ് അദ്ദേഹം പറയുന്നത്. ചുരുക്കത്തിൽ ഇൻഡെഫിനിറ്റ് ബ്രേക്ക് എന്ന് തന്നെ വേണം ഈ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ. താൻ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഓക്കെ ആണ് എന്ന് തോന്നുമ്പോൾ ടീമിന് ആവശ്യമുണ്ടെങ്കിൽ തിരികെ വരാൻ തയ്യാറാണ് എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ 5-6 മാസക്കാലമായിട്ട് അത്ര നല്ല ക്രിക്കറ്റാണ് താൻ കളിക്കുന്നത് എന്നത് എനിക്ക് അഭിപ്രായമില്ല. ഇത് വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആണ് ഈ രൂപത്തിൽ കാര്യങ്ങൾ പോകുമ്പോൾ. ബട്ട് എൻ്റെ ബോഡി, എൻ്റെ മൈൻഡ് ഇതൊക്കെ റൈറ്റായിട്ട് വരികയാണെങ്കിൽ ഈ ടൂർണമെൻറ്റ് നല്ല രൂപത്തിൽ ഇനിയൊരു അവസരം കൂടി എനിക്ക് ലഭിച്ചാൽ നല്ല രൂപത്തിൽ അവസാനിപ്പിക്കാതിരിക്കാൻ ഒരു കാരണവും ഞാൻ കാണുന്നില്ല എന്നുകൂടി ഗ്ലെൻ മാക്സ്വെൽ പറഞ്ഞു. ചുരുക്കത്തിൽ അദ്ദേഹം മെൻ്റലി ടയേർഡാണ്. മെൻ്റലി ആൻഡ് ഫിസിക്കലി അദ്ദേഹം ഒരു ബ്രേക്ക് ആഗ്രഹിക്കുന്നു. കൂടുതൽ റിഫ്രഷ് ആയിട്ട് മടങ്ങി വരാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എത്ര കളികൾ അദ്ദേഹം പുറത്തിരിക്കും എന്നതിൽ വ്യക്തതയില്ലെങ്കിലും ഇൻഡെഫിനിറ്റ് തന്നെയാണ്. ഒരു പക്ഷേ ഓക്കെ ആയി അടുത്ത കളിക്ക് അദ്ദേഹം വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. അതല്ല, കുറച്ചധികം മത്സരങ്ങൾ താരം പുറത്തിരുന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ.